അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്യായമുള്ള ഒരു പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഏകദേശം 66 അധ്യായങ്ങളും 1292 വാക്യങ്ങളും ഈ പ്രവചന ഗ്രന്ഥത്തിനകത്ത് ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ജനം പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പ്രവാചകൻ ആത്മകണ്ണുകളിലൂടെ പ്രവചിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ 66-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ഈ പ്രവചനം പ്രവാചകൻ പറയുമ്പോൾ ഈ ജനം വലിയ തകർച്ചയാണ്, അല്ലെങ്കിൽ തകർച്ചയുടെ നടുവിൽ നിങ്ങൾ എങ്ങനെ കരകയറാൻ പോകുന്നുവെന്ന് പ്രവാചകൻ പ്രവചിക്കുന്ന ഭാഗമാണ്. എനിക്ക് 66-ാം അധ്യായം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 1-ാമത്തെ വാക്യം തുടങ്ങുക, പ്രവാചകൻ പറയുക, സ്വർഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. പ്രവാചകൻ അങ്ങനെ പ്രവചിച്ചോടുന്നത്. ദൈവാത്മാവ് പ്രവാചകനോട് പറയാ, സ്വർഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠമാണ്. ഇനി 2-ാം വാക്യം ശ്രദ്ധിച്ചേ, എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കിയത് എന്റെ കൈയാണ്. അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായതെന്ന്. അങ്ങനെയാകുന്നു നീ കാണുന്നതെല്ലാം ഉളവായത്. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. 12-ാം വാക്യം, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് നദി പോലെ സമാധാനം തരും. 19-ാം വാക്യം, ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. ഒരടയാളം പ്രവർത്തിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പ്രസംഗിച്ചാൽ 1 മാസം പ്രസംഗിച്ചാലും തീരത്തില്ല. എന്നാലും നിങ്ങളുടെ മനസ്സിലിരിക്കാൻ ഒരാശയം പറഞ്ഞിട്ട് നാം ഈ ഭാഗത്തേക്ക് വരാം. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ കടാക്ഷിക്കും. 12-ാമത്തെ വാക്യത്തിൽ ഞാൻ നദി പോലെ സമാധാനം തരും. 13-ാം വാക്യം, ഞാൻ നിങ്ങളെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കും. 19-ാം വാക്യം, ഞാൻ അവരുടെ ഇടയിൽ ഒരടയാളം പ്രവർത്തിക്കും. എല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിൽ നിറയും. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമാണ്. പക്ഷേ ഞാൻ അരിഷ്ടനും മനസ്സു തകർന്നവനിലും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യരിൽ ഞാൻ കടാക്ഷിക്കും. ഈ അധ്യായം മുഴുവൻ പഠിച്ചാൽ ദൈവം കടാക്ഷിക്കുന്ന ദൈവമാണ്. നദി പോലെ സമാധാനം ഒഴുക്കിത്തരുന്ന ദൈവമാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് അടയാളങ്ങൾ തരുന്ന ദൈവമാണ്. ഇനി നമുക്ക് ഈ വാക്യത്തിനകത്തോട്ട് ഇന്ന് നിങ്ങൾ ധ്യാനിക്കാൻ പോകുന്ന ഭാഗത്തിലേക്ക് വരാം. എല്ലാ മനുഷ്യനും പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വാസം കൊതിക്കുന്നവരാ. ചിലർ പ്രതിസന്ധിക്ക് നടുവിൽ എരിയുന്ന തീക്കകത്ത് എണ്ണ കോരി ഒഴിക്കുന്ന പോലെ എണ്ണ കോരി ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലൊരു മനുഷ്യന് ഹോസ്പിറ്റലിലും തള്ളി വീട്ടിൽ കൊണ്ടുവന്നപ്പം ആ പുള്ളിയെ കാണാൻ ഒരാൾ ചെന്നേച്ച് പറഞ്ഞു, അച്ചായന്റെ മുഖത്ത് ഒരു മരണനിഴല് കാണുന്നുണ്ടല്ലോ. ഒന്നാമത്
ഡോക്ടർമാർ ചാകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കിടന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പം പറയുക, കാണാൻ ചെന്ന ആൾ പറയുക, അച്ഛൻ്റെ മരുമോൻ അതിനെക്കാട്ടി ബുദ്ധിമാനായോണ്ട് പറഞ്ഞു, അമ്മി നിങ്ങളുടെ മുഖത്ത് ഒരു മരണനിലുണ്ടല്ലോ, കർത്താവിൻ്റെ വരെ താമസമെങ്കിൽ ഇത് ആരുടെ മുഖത്താണ് ഇല്ലാത്ത? ഇത് പറഞ്ഞ് ചാകാണ്ടിരിക്കുന്ന പുള്ളിയെ പേടിപ്പിക്കണോ? ചിലര് അമ്മി വീട്ടിലൊരു മരണം നടന്നു, സ്തോത്രം. അപ്പം എല്ലാവരും ആശ്വസിപ്പിക്കാൻ ചെല്ലുക. അപ്പം അവിടെ ചെന്ന് വെച്ച് പറയുക, പ്രാർത്ഥിച്ചോണം ഇനിയും മരണം ഉണ്ടാകാതെ. കണ്ടോ, അവിടെ ആശ്വാസമല്ല കൊടുക്കുന്നേ, സ്തോത്രം. എരിയുന്ന തീക്കകത്തോട്ട് എണ്ണ ഓരി ഒഴിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ വരുമ്പോൾ ചിലർ മൗനവ്രതം ഏറ്റെടുക്കാൻ കാര്യം എന്നാണെന്നറിയോ? അവർ തീ കത്തിക്കാൻ വരുന്നവരാ. എന്നാൽ എൻ്റെ ദൈവം ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാന്ന് പ്രവാചകൻ പറയുക, ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ. നിങ്ങൾ കണ്ടില്ലയോ, നമ്മൾ ഈ യൗവന ജീവിതത്തിലോട്ടൊക്കെ ഒന്ന് തിരിച്ചു പോകണം. വഹിക്കാൻ വയ്യാത്ത വലിയ പ്രശ്നം ഉണ്ടാകുമ്പം, സ്തോത്രം, നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് അമ്മയുടെ ആ നെഞ്ചത്തോട് കിടന്ന് നമ്മളൊരു കരച്ചിലൊക്കെ കരഞ്ഞ് ആ അമ്മ ആ നട്ടപ്പുറത്ത് 2 ഇടിയൊക്കെ ഇടിക്കുമ്പം, പോട്ടറാ മോനെ ശരിയാവിടാന്നൊക്കെ പറയുമ്പം അവൻ എന്തോ സ്വർഗം തിരിച്ചു കിട്ടിയ സന്തോഷമാണ്. ഈ ചിലരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ആശ്വാസം കിട്ടാത്തവരെല്ലാം വന്നാശ്വസിക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാണ്. നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യങ്ങളുടെ നടുവിൽ ഓടി വന്ന് ആശ്വസിക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ദൈവസന്നിധിയാണ്. സ്തോത്രം. ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പം യോസഫിന്റെ നഷ്ടം അവന്റെ അപ്പനെ ഭയങ്കരമായിട്ട് തകർത്തു. ബൈബിളിൽ വായിക്കുന്നേ, അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ വന്നു, അവനോ ആശ്വാസം കൈക്കൊണ്ടില്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെയും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ദൈവം ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടല്ല, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ. ഓ ഹല്ലേലൂയ. അമ്മയെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ദൈവത്തിന് സ്തോത്രം, അമ്മി വാക്കുകൾ, അമ്മയുടെ തലോടൽ ഒരുവനെ ആശ്വസിപ്പിക്കുന്ന പോലെ. ഈ വചനത്തിന്റെ വെളിപ്പാടിലോട്ട് നമ്മൾ വരുമ്പം യേശുക്രിസ്തു ഭൂമി നിന്നുകൊണ്ട് പറയുന്നൊരു ഭാഗമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാനൊരു ദൂത് നിന്നോട് പറയാം, എടുക്കാൻ വയ്യാത്ത ഭാരം ശത്രു നിന്റെ ചുമലിൽ വെക്കുമ്പോഴും യേശു പറയാ, എൻ്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അമ്മി നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ആശ്വാസം പ്രാപിച്ച ഒരു അനുഭവം പറയാനുണ്ടോ? ഈ മരണ വീട്ടിലൊരു പാട്ട് പാടും, ആശ്വാസമേ. സത്യത്തിൽ അത് മരണ വീട്ടിലല്ല പാടേണ്ടിയെ, സ്തോത്രം, ജീവിച്ചിരിക്കുന്നവരാ പാടേണ്ടിയെ, സ്തോത്രം. ഇനി 2 ലൈൻ പാടിയാ നിങ്ങൾ പേടിച്ച് മരണപ്പാട്ടാന്ന് വിചാരിച്ച് പാടാതിരിക്കോ? ആ പാട്ട് നിങ്ങൾക്ക് അറിയാമോ? ആശ്വാസമേ. അറിയാവുന്ന ഇങ്ങനെ കൈവക്കിക്കേ. കുറച്ചു പേർക്കൊക്കെ അറിയാം, ബാക്കി ഒരു മൂളിക്കൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങോട്ട് സഭായോത്തിൽ പാടുന്ന പഞ്ചല്ല, മരണം വീട്ടിൽ പാടുന്ന പഞ്ചിൽ തന്നെ പാടണം. ഏത് കരയാത്തവന് ഈ പാട്ട് കേട്ട കരഞ്ഞു പോവും. ഇത് മരണ വീടല്ല എന്ന് ഓർത്തോണ്ട് വേണം പാടാനായിട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ഇനിയും നീ ഭാരം ചുമക്കണ്ട, നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഈ വർഷം തീരുന്നതിന് മുമ്പ് ചില വിഷയത്തിൽ നീ ആശ്വാസം ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ
സ്നേഹമേറിയിടുമേ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിയിടുമേ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ ഞാൻ നോക്കിയിടുമ്പോ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്ന യേശു പറയുക, ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദുഃഖം ചുമന്നുകൊണ്ട് നടക്കുന്ന യാത്ര ജീവിതത്തിൽ വന്നാലും ഒരുവൻ ഓടി വരുമ്പം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കാം. ചിലരുടെ ഉള്ളിലൊരു ചോദ്യം, എന്നും എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളോ? അല്ല, ഇന്ന് പകൽ നിന്റെ അടുക്കൽ വരുന്ന ദൈവം ഒരമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ കരഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികളുടെ നടുവിൽ കാണിച്ചു തരാൻ പോവുക, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ആരുടെയൊക്കെ ഉള്ളൊന്ന് തണുക്കാൻ പോവുക, ആരുടെയൊക്കെ ഉള്ളിൽ വലിയൊരു സംതൃപ്തി വരാൻ പോവുക. ഒരിടത്തും ഉലകത്തിൽ ഒരിടത്തും ലഭിക്കാത്ത ഒരു വലിയ ആശ്വാസത്തിന്റെ അനുഭവം നിന്റെ ലൈഫിൽ സംഭവിച്ചത് കണ്ട് കൈകൊട്ടി ചിരിക്കുന്നവരുടെ മുൻപിൽ നിന്റെ ജാട എന്നാന്നറിയാമോ? നിന്നെ ആശ്വസിപ്പിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇതല്ല നിന്റെ ലൈഫ്, ഇതല്ല നിന്റെ ജീവിതം. ശത്രു നിനക്ക് അധികമായി വിട്ട ഭാരം ഇന്ന് നിന്നെ വിട്ട് ഒഴിയാൻ പോവുക. ഞാനൊരു വെളിപ്പാട് കാണുന്നു, ചില കൈകൾ കൊട്ട വിട്ട് ഒഴിയും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവം ആശ്വസിപ്പിക്കും. എങ്ങനെ? ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുടെ കയറി പറയാം. ഹല്ലേലൂയ. അമ്മേ, ഒരിക്കലും സന്തോഷിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ നിനക്ക് വലിയ സമാധാനം വരാൻ പോവാ. ആ ഗ്രീൻ ഷർട്ട് ഇട്ട് അച്ഛൻ ഒന്ന് കൈപൊക്കിയേക്കാവോ? ആ അച്ഛൻ എന്നെ തിരിഞ്ഞു നോക്കി, അച്ഛൻ കൈപൊക്കിയാ മതി. അച്ഛൻ്റെ അടുക്കൽ ദൈവം വന്ന് നിൽക്കും. ലോർഡ്, എന്നിട്ടൊരു കാഴ്ച ഞാൻ കാണുക. ലോർഡ്, ലോർഡ്, ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ലോർഡ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും നീ ആശ്വാസം പ്രാപിക്കുകയും ചെയ്യും. ലോർഡ്, ദുഃഖം മനസ്സിൽ ഭയങ്കരമായി വന്നിട്ട് ലോർഡ് ആരാലും പരിഹാരമില്ലെന്ന് പറയുന്ന വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്നെ അടുക്കൽ വന്ന് ഒരമ്മ കുഞ്ഞിനെ തോളിലിട്ട് താലോലിക്കും പോലെ നിന്നെ താലോലിച്ച് ആശ്വസിപ്പിച്ച് നിന്നെ സമാധാനമുള്ളവനാക്കി മാറ്റി നിന്റെ വിലാപത്തെ നൃത്തമാക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആത്മാവിൽ കാണാം, യേശുവിന്റെ നാമത്തില് ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. നിന്നെ നോക്കിക്കൊണ്ട് ദൈവം സംസാരിക്കുക. ദുഃഖിച്ചത് മതി, സങ്കടപ്പെട്ടത് മതി, നിനക്കെതിരെ ചിലർ ചിരിച്ചത് മതി. ഇന്ന് നിന്നെ ഒരു വാക്യം കൂടെ വായിക്കുമ്പം നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാവും. ലോർഡ്, ഇന്ന് ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. ഞാൻ വലിയ വലിയ കാഴ്ചകൾ, ഇടയ്ക്കൊരു പാട്ടൊക്കെ പാടുന്നത് വലിയ വലിയ കാഴ്ചകൾ കാണാനാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ലോർഡ്, ലോർഡ്, ഒരമ്മയുടെ അടുക്കൽ വരുമ്പോൾ ഒരു മകന് ലഭിക്കുന്ന സ്വാന്തനം പോലെ
ദൈവ സാന്നിധ്യം നീ അടുത്തറിയാൻ പോവുക. ഞാനൊരു വെളിപ്പാട് പറയാം. പിശാച് ചില കുടുംബങ്ങൾ സൃഷ്ടിച്ച അന്തരീക്ഷങ്ങൾ ഇന്ന് ദൈവം പൊട്ടിച്ചു കളയും. ഇനിയും നിന്റെ വീട്ടിൽ ഒരമ്മ വരുമ്പോൾ ഹോളി സ്പിരിറ്റ് പ്രവാചകൻ പറയുന്ന ഭാഗത്തേക്ക് വരാൻ പോവാ. പ്രവാചകൻ പറഞ്ഞു, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്നെ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ 2 കാര്യം നടക്കും. ഒന്ന്, നിന്റെ ഹൃദയം സന്തോഷിക്കും. 2, നീ ഇളംപുല്ല് പോലെ തഴയ്ക്കാൻ തുടങ്ങും. ഒരാമയും വരുന്നില്ല. അരിഞ്ഞു വാടിപ്പോയ പുൽപ്പുറങ്ങൾ തഴയ്ക്കുന്ന പോലെ നിന്റെ ജീവിതത്തിന്റെ വാട്ടങ്ങളും കോട്ടങ്ങളും മാറി പച്ചയായ പുൽത്തകിടി പോലെ നിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ദൈവം നിനക്ക്. എന്നോട് കർത്താവിന്റെ ആത്മാവകടെ ആശ്വാസം പ്രാപിക്കാൻ പറ്റാതിരിക്കുന്ന ചിലരെ ഞാനിവിടെ കാണുക. ഗ്ലോറി. ഞാൻ ഒരിക്കലൊരു എനിക്കൊന്ന് 6 മാസം പുറകില് ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അസാധാരണ ദൈവ സാന്നിധ്യം മീറ്റിംഗിനകത്ത് ഇറങ്ങി. ഞാനൊരു കാഴ്ച കണ്ടു. ധാരാളം പേര് വാവിട്ട് കരയുക. ലോർഡ്. അപ്പൊ അതിനകത്ത് ഒരു മനുഷ്യൻ, അവന് കുവൈറ്റിൽ നിന്ന് അവധിക്ക് വന്നൊരു എഞ്ചിനീയറാണ്. അവനിങ്ങനെ വാവിട്ട് കരയുക. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അവന്റെ ടീഷർട്ട് ഒരു ചുമന്ന ടീഷർട്ടായിരുന്നു, കടും ചുമപ്പ്. കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് ഈ ടീഷർട്ടെ കൂടെ 10-15 ലൈനാ. ഈ വെള്ളം വീണാൽ എടുത്തറിയാവുന്ന ടീഷർട്ട് ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുക. ജീസസ്. അമ്മി, ഞാന് അവന്റെ അടുക്കലേക്ക് ചെന്നപ്പോ അവൻ എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ട് എൻ്റെ ചെവി, ഞാൻ അവനോട് ചോദിച്ചു, എന്തുവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? എന്നോട് പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ ആലിംഗനം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 2-2.5 മണിക്കൂറായിട്ട് ഞാൻ എവിടാന്ന് മറന്നുപോയി. എന്റെ നീറി പുകയുന്ന പ്രശ്നത്തെ നിലത്ത് വീണ വെള്ളം ഒപ്പിയെടുക്കുന്ന പോലെ എന്റെ കർത്താവ് നിന്നെ ഏറെ ചിന്താക്കുഴപ്പത്തിലാക്കിയ, നിന്നെ ഏറെ പ്രോബ്ലത്തിലാക്കിയ ചില വിഷയത്തിനകത്ത് നീ നിന്റെ സന്തതിയുടെ കാര്യത്തിൽ വലിയ ആശ്വാസം പ്രാപിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര വലിയ പ്രോബ്ലമുകളായാലും മനുഷ്യൻ ഇന്ന് ആശ്വാസം പ്രതീക്ഷിക്കരുത്, ലഭിക്കത്തില്ല. എന്നാൽ ആശ്വാസം കിട്ടുന്നൊരു സ്ഥലം ദൈവസന്നിധിയാണ്. അതെങ്ങനെയാ ലഭിക്കുന്നത്? ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ. എന്തിനാ അങ്ങനെ എഴുതിയ? നിനക്കും എനിക്കും മനസ്സിലാകാൻ, നിനക്കും എനിക്കും മനസ്സിലാകാൻ. ചില വീട്ടിൽ കണ്ടിട്ടില്ലയോ, അപ്പനെക്കാട്ടി ഇഷ്ടം മിക്കവാറും പിള്ളേർക്ക് അമ്മമാരോടാണ്. പക്ഷെ ചില പിള്ളേർക്ക് അപ്പനോടാ ഇഷ്ടം. അപ്പം പിടിച്ച് ചൂരവടിക്കും 4 അടിയടിച്ച് ചെവിക്കൊരു ഞെരുടും ചെറിയാൽ അമ്മ ഓടി അങ്ങോട്ട് എന്ന് വെച്ചാൽ അമ്മ ഇവനങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് അമ്മയുടെ പുറത്ത് 3-4 ഇടിയിടിക്കും. എന്തിനാണെന്നറിയാമോ? അപ്പൻ അടിച്ചതിന്റെ ദേഷ്യമാ. പക്ഷെ ആ കെട്ടിപ്പിടിക്കകത്ത് അവന്റെ എല്ലാ ഇടപാടും തീരും. ഓ ഗ്ലോറി ടു ഗോഡ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പോയി, ആർക്കും ഇല്ലാത്തൊരു ആത്മീയ അനുഭവം നിനക്കിന്നുണ്ടാകാൻ പോവുക. ഇനിയും നീ ചിലത് കണ്ട് സന്തോഷിക്കാൻ പോവുക. നീ ചിലതൊക്കെ ഇളമ്പുല്ല് പോലെ കരഞ്ഞോ. ഞാനൊരു ശബ്ദം കേൾക്കുന്നു ദൈവത്തിൽ നിന്ന്. ആ ശബ്ദം പറയാം, കരഞ്ഞോണ്ടിരുന്നത് മതി, ഇനി ആ വിഷയത്തിൽ കരയണ്ട. നിന്റെ ദുഃഖം പെറ്റമ്മ പോലെ കൈകൾ
കൈ ഉയർത്തി ഒന്ന് പാടിക്കേ. പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു Yes. മാറോടണയ്ക്കും ക്രൂശിൻ നിന്നെ ദൈവസ്നേഹം തൊടുകയാണ്. പെറ്റമ്മ ഒരമ്മ സ്നേഹിക്കുന്ന പോലെ, ലാളിക്കുന്ന പോലെ നിന്നെ അവൻ ലാളിക്കാൻ പോകുകയാണ്. മാറോടണയ്ക്കും സ്നേഹം ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാളും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നെഞ്ചാരേറ്റും സ്നേഹകരം. ഞാൻ ദൈവത്തിന്റെ വായായി പ്രവചിച്ച് പറയാം, ഏറെ നാളുകൾ നിന്നെ സങ്കടപ്പെടുത്തി, നിന്നെ ദുഃഖിപ്പിച്ച വിഷയത്തിന് ഇന്ന് ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്ന യേശു അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ മഹത്വം ഇതിനകത്ത് ഇറങ്ങുകയാ. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുകയാ. ഒരിക്കലും തഴക്കത്തില്ലെന്ന് പറഞ്ഞ നിന്നെ ഈ ദിവസങ്ങളിൽ തഴപ്പിക്കും. ഓമി ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞത് നീ കാണും. ചിലരെ ദൈവം തൊട്ടോണ്ടിരിക്കുക, ചിലരെ ദൈവം തൊട്ടോണ്ടിരിക്കുക. ഓ, നീ ഇതുവരെ പ്രാപിക്കാത്ത ആശ്വാസം. ഞാന് ആത്മാവിൽ കേൾക്കുന്ന ഒരു ശബ്ദവും ഒരു ബോധ്യവും പറയാം. നീ വിചാരിച്ച പോലെ ഇനിയും നിന്റെ ലൈഫ് പോകത്തില്ല. നദി പോലെ നിനക്ക് സമാധാനം ഒഴുക്കി തരുന്ന ദിവസങ്ങൾ വരുന്നു. ലോർഡ്, ഏതു വീട്ടിൽ നീ കരഞ്ഞോ അതേ വീട്ടിൽ നീ സംതൃപ്തനാകുന്നത്. ഓ, നീ ചിലത് കണ്ട് സന്തോഷിക്കും. നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. ഓ, ശ്രദ്ധിച്ചിരിക്കാം. ഒരു വാക്യം കൂടെ വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 18-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ജീസസ്. 57:18. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ വായിച്ചേ, ഞാൻ അവരെ സൗഖ്യമാക്കും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഒന്ന് വിശ്വാസം പറഞ്ഞ ദൈവം നിന്നെ. ഞാൻ പറയാം, ഇവിടെ ദൂത് കേൾക്കുമ്പോ ആ ദൂത് അതുപോലെ ഏറ്റെടുക്കണം. ഇന്നലെ യോഗത്തിന് വന്നവർക്കറിയാം, എന്റെ കോൺസെൻട്രേഷനെ കെടുത്താൻ ഒത്തിരി ആൾക്കാർ എഴുന്നേറ്റു. പക്ഷെ അവരുടെ മുമ്പിൽ ഞാൻ ഒരാളെ മുഖത്ത് നോക്കിയില്ല. മുഖത്ത് നോക്കിയ പ്രസംഗം പൊളിയും. അവനെ പോലെ 500 എണ്ണം എഴുന്നേറ്റാലും ഞാൻ പ്രസംഗിക്കും. കാരണം 30 വർഷമായി ഞാൻ പ്രസംഗിക്കുന്ന ആളാ. മരിക്കുന്നോളം വരെ ഞാൻ പ്രസംഗിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാം? എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, രക്ഷകനായ യേശു. ഒന്ന് പറഞ്ഞേ, യേശു നിങ്ങളെ സൗഖ്യമാക്കും. ശാരീരിക സൗഖ്യം മാത്രമല്ല, ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം. ഇന്ന് ചിലരോട് ദൈവാത്മാ പറയാം, മാറാത്ത രോഗബാധകൾ. ചില ശരീരത്തുനിന്ന് രോഗാത്മാവ്. ഞാൻ ഒരു കാഴ്ച പറയാം നിങ്ങളോട്, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. വെളിപ്പാടാ കാണുന്നേ. ദൈവം യോനയുടെ മുമ്പിൽ ഒരാമണക്ക് മുളപ്പിച്ചു. മുളച്ചാമണക്ക് വരുമ്പോൾ ഈ ആമണക്കിനെ നശിപ്പിക്കാൻ ഒരു പുഴു നടന്നു വരിക. ഞാൻ ഇന്ന് ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയാം, ആ പുഴു വരുന്നത് ആമണക്കിനെ നശിപ്പിക്കാനാ. എന്നാൽ ഇന്നൊരു ദൂത്,
നശിപ്പിക്കാൻ വരുന്ന പുഴുവിനെ നീ നശിപ്പിക്കണം. ഇവിടെ ചില ശരീരങ്ങളിൽ ഇപ്പൊ ഹീലിംഗ് നടക്കുക, നിന്നെ നിത്യരോഗിയാക്കാൻ. രോഗശാന്തി സ്വീകരിച്ചാട്ട് ആ കൈ അടിച്ച് രോഗസൗഖ്യത്തെ കറങ്ങി വ്യാപരിക്കുന്ന രോഗാത്മാവ്. യെസ് യെസ്, ഒരു വലിയ വിടുതല് നിന്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. പൂരവ നിന്റെ ശരീരത്ത് ഇപ്പോൾ സൗഖ്യം. ഓ, രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു, അച്ഛാ ഒരു സൗഖ്യം. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിന്റെ രോഗമുള്ളിടത്ത് നീ ഒന്ന് കൈവച്ചോണ്ട് പറ, സൗഖ്യമാകട്ടെ. Lord, 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 യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ വചനമയച്ച് ചിലരെ കൃപ കൃപ നിന്റെ തൊണ്ടയ്ക്ക് സൗഖ്യം നടക്കുക. നിന്റെ തൊണ്ടെന്ന് ഒരു സാധനം ഹീൽ. ഓ, ചില ക്യാൻസർ സെല്ലുകൾ ചില ശരീരത്തിൽ നിന്ന് ഓ പ്രാപിച്ച രോഗശാന്തി. ഓ ബാബാ, ദൈവശക്തിയാൽ നിറഞ്ഞു. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ സന്തതിയിൽ വര വിടുതല്. പവർ, ഹീൽ, സൗഖ്യം, സൗഖ്യം. യേശുവേ, യേശുവേ, പുതുജീവൻ നൽകി, പുതുശക്തിയെ, പവർ, ആകാശമാം സ്നേഹം, ദൈവശക്തി. യെസ്, പുതുജീവൻ നൽകി, പുതുശക്തിയെ ഉയർത്തും സ്നേഹം. ഒരിക്കൽ കൂടെ പുതുജീവൻ നൽകി, പുതുജീവൻ നൽകി, പുതുശക്തിയെ. ശരീരത്തിൽ ക്യാൻസറുകൾ ഉള്ളവർ, ശരീരത്തിൽ ക്യാൻസറുകൾ ഉള്ളവർ ജീസസ് ഇപ്പോൾ ഹീലാകുന്നു. ശരീരത്തിൽ ട്യൂമറുകൾ ഉള്ളവർ Lord, Lord, Lord. Oh, ദൈവത്തിന്റെ ദൂതന്മാർ ഈ മീറ്റിംഗിനകത്ത് ഇറങ്ങുന്നു. Yes, സൗഖ്യം. ഉയർത്തും സ്നേഹം, പെറ്റമ്മ പോലെ കൈകൾ പീഡിച്ചു മാറോടണ് ക്രൂശിൻ സ്നേഹം. ഞാനൊരു കാഴ്ച കാണുക അച്ചായ. ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ ടേബിൾ ഉൾപ്പെടെ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് യേശു എന്നോട് പറയുക, ഇന്ന് നോക്കിയോ, കത്തികളുടെ സ്പർശനമില്ലാതെ ദൈവത്തിന്റെ സ്പർശനത്താൽ. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ?
ഹാർട്ടിന് ഓപ്പൺ സർജറി അടുത്ത മാസം പറഞ്ഞിരിക്കുക. അടുത്ത മാസം പറഞ്ഞേക്കുവാ. പക്ഷെ അത് ഇപ്പൊ നടക്കാൻ പോവാ. ദൈവത്തിന്റെ ഓപ്പറേഷൻ. കർത്താവേ, അടുത്ത മാസം ഇവന് ഓപ്പൺ ഹാർട്ട് സർജറി പറഞ്ഞിരിക്കുക. എന്നാൽ ദൈവം കാണിച്ചല്ലോ, ദൈവത്തിന്റെ ഓപ്പറേഷൻ തിയേറ്റർ ഈ മകന്റെ അടുക്കൽ വന്നെന്നും ഇവനെ അലട്ടുന്ന ശരീരങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമോ? ശരീരങ്ങളിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉള്ളവരുണ്ട് ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. ശരീരങ്ങളിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉള്ളവരുണ്ടെങ്കിൽ ലോർഡ് ജീസസ് എഴുന്നേറ്റ് നിൽക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ലോർഡ്, ഒരാൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ, പക്ഷെ കൂട്ട പ്രാർത്ഥന നടക്കാൻ പോവാ. അവിടെ ഒന്ന് ചെന്നാട്ട് യേശുവേ, ധാരാളം പേര് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇന്ന് വചനം അയച്ച് സൗഖ്യമാക്കുക. ഓ ലോർഡ്, എന്നോട് പറഞ്ഞു ഈ സർക്കിളിൽ തന്നെ വിടുതലുകൾ നടക്കുക. യേശുവേ, ഓ അച്ഛൻ എന്നാ പറ്റി? എന്നാ പറ്റി? വലുതായി നിൽക്കുവാന്നോ? ഓപ്പറേഷൻ പറഞ്ഞേക്കുവാന്നോ? സൗഖ്യമാട്ടെ. എന്നാ പറ്റി? ഓ നോക്കിയേ, 3 പേര് സ്ഥലത്ത് തന്നെ നിൽക്കുക. ഒരാടെ ലോർഡ് ഹാർട്ടിന് പ്രശ്നം, ഒരാൾക്ക് മറ്റൊരു പ്രശ്നം, വേറൊരാൾക്ക് കുടലിനകത്ത് ഒരു പ്രോബ്ലം. ഇന്ന് ജീസസ് പരിശുദ്ധാത്മാവ് തൊടുക. എന്നോട് ദൈവം ഒരു റൗണ്ട് വരച്ചു. ഈ സർക്കിളിൽ ഭയങ്കര ഹീലിംഗ്. യേശുവേ, വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. സ്വർഗസ്ഥ പിതാവേ, ശരീരത്തിൽ ഗ്രോത്തുകൾ ഉണ്ടായിട്ട് സർജറി പറഞ്ഞിട്ട് വ്യാകുലപ്പെടുന്ന ചിലരെ ഇപ്പോൾ യേശു തൊടട്ടെ. വചനമയച്ച് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഒരു ചെക്കപ്പ് നമുക്ക് നടത്തണം. അന്നേരം ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല. ഒരു ചെക്കപ്പ് നടത്തുമ്പോൾ ആ കുടലിനകത്ത് കുഴപ്പമില്ലെന്ന്, ആ ഹെർണിയയുടെ പ്രശ്നം ഇല്ലെന്ന് ഫീലാവും. അതുപോലെ സൗഖ്യമാവും. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. പെറ്റമ്മ പോലെ കൈകൾ പീഡിച്ചു ക്രൂശിൻ സ്നേഹം. ആ വായൊന്ന് തുറന്ന് പാടിക്കേ. ആ കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് പാടിക്കേ. 2 കൈയും ഒന്ന് ഉയർത്തി പിടിച്ചോണ്ട്. കൈകൾ പീഡിച്ചു ഇവിടെ ഒരാളുടെ ശരീരത്തിലൊരു മുഴയുണ്ട്. അദ്ദേഹം ആ മുഴയിൽ പിടിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ആ മുഴയെ യേശു സൗഖ്യമാക്കാൻ പോവുക. ആ മുഴയിൽ പിടിച്ചോണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കണം. യേശു ആ രോഗത്തെ നിന്റെ ശരീരത്തിൽ നിന്ന് പുതുജീവൻ നൽകി, പുതുശക്തിയെ ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ഒരിക്കൽ കൂടെ പുതുജീവൻ നൽകി, പുതുശക്തിയെ അതിഭയങ്കര ദൈവ സാന്നിധ്യം. ആകാശമധ്യേ ഉയർത്തും സ്നേഹം. പുതുജീവൻ പുതുശക്തിയെ ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മേളിൽ നിന്ന് പ്രസംഗിച്ചാലും കുഴപ്പമില്ല, താഴെ നിന്ന് പ്രസംഗിച്ചാലും കുഴപ്പമില്ല.
ഈ ദിവസങ്ങളിൽ സുനിലെ വലിയ ആശ്വാസം പ്രാപിപ്പാനുള്ള വക സുനിലെന്ന് ദൈവം മേളിൽ എഴുതി കാണിച്ചപ്പോൾ ആ സുനിലായിരിക്കുന്നത് ഞാൻ കാണുന്നു. വലിയ ഈ ദിവസങ്ങളിൽ ചവച്ചു തുപ്പുന്ന കരിമ്പിൻ ചണ്ടിയെ പോലെ നിന്നെ ചവച്ചു തുപ്പുവാൻ ശത്രു ശ്രമം നടത്തുമ്പോൾ നിന്റെ ചെസ്റ്റിൽ ഒരു ഹീലിംഗ് നടക്കുക യേശുവിൻ്റെ നാമത്തില്. യേശുവിൻ്റെ നാമത്തില്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, അതൊക്കെ സൗഖ്യമായിക്കോളൂ. കൃപ 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 കൃപ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇതിനകത്തൊരു വലിയ നിഴല് കാണുക. നിഴലുണ്ടെങ്കിൽ നിഴലിന്റെ പിമ്പിൽ ഒരു വ്യക്തിയുണ്ട്. ഞാനൊരു ശബ്ദം കേൾക്കാം, മറിയയുടെ മേൽ നിഴലിട്ട പോലെ അസാധാരണമായ ചില സംഭവങ്ങൾ. ഞാൻ ആ വെളിപ്പാട് കിട്ടാനാ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. ആ വെളിപ്പാട് കിട്ടാനാ. ചിലരെ ദൈവശക്തി അടിക്കുക, ചിലരുടെ മേൽ ദൈവശക്തി. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറുന്ന ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങുമ്പോൾ അതിന്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്ന പോലെ ഈ ഹോളിനകത്ത് മുഴുവൻ, നിങ്ങൾക്ക് മനസ്സിലാകാനാ ഫ്ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞേ, അതിന്റെ നിഴല് നിറഞ്ഞു നിൽക്കുക. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എന്റെ നിഴലെങ്കിൽ പാർക്കുന്നവർക്ക് വീണ്ടും ധാന്യം വിളയും. എന്നും പ്രസംഗം കേൾക്കുമല്ലോ, ഇന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ. എന്നും പ്രസംഗമല്ല, ഇന്ന് നീ ആശ്വസിച്ചേ പറ്റൂ. നീ Yes. How you Lord God Almighty, Holy God, Holy, Holy. How you Lord God Almighty, what is the Lamb? What is the Lamb? You are holy, holy. ഭയങ്കര സൗഖ്യങ്ങൾ, ആന്തരിക സൗഖ്യം. നിന്നെ മുറിവേൽപ്പിച്ച പിശാച് ഇന്ന് പിന്മാറുന്നു. Holy, holy, are you Lord God Almighty? What is the Lamb? What is the Lamb? What is the Lamb? You are holy, holy. Are you Lord God Almighty? പരിശുദ്ധനേ, 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 സർവ്വവല്ലഭൻ നീവേ. പരിശുദ്ധനേ, 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 ഹീലിംഗ് നടക്കുക. സർവ്വവല്ലഭൻ ഒരു ഹീലിംഗ് പവർ. നീവേ. തൂയരേ, തൂയരേ, സർവ്വവല്ലഭൻ നീവേ. തൂയരേ, 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 സർവ്വവല്ലഭൻ
പാട്ടൊക്കെ ഇവിടെ നടന്നോളൂ. ഒരു വെളിപ്പാട് ഞാൻ പറയാം. ലോർഡ്, നിനക്കേറ്റ മുറിവ് ഒരിക്കലും ഉണക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു. എന്നാ യേശു പറയാം, ഞാൻ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്റെ മുറിവ് ഉണക്കാൻ, നിന്നെ സമാധാനിപ്പിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാം, ഈ ചർച്ച് തുടങ്ങിയ പിന്നെ ഇതുപോലെ ദൈവത്തിന്റെ നിഴല് വീണ ഒരു സഭായോഗം എന്റെ കണ്ണീന്നത് മാറുന്നില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, അസാധാരണമായത് നിന്നിൽ സൃഷ്ടിക്കപ്പെടാൻ പോവാ. അസാധാരണമായത്. ഇവിടെ ചിലരത് ചിലർക്കത് ഫീൽ ആകുന്നു. ചില യെസ്, ദൈവസാന്നിധ്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അസാധാരണ ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ അടിച്ചാൽ അവൻ കംപ്ലീറ്റ് ഹീലാവും. നമ്മുടെ ചർച്ചയിൽ പുറകിൽ ഒരു മോളിരിപ്പുണ്ട്. അവൾ ഒരിക്കൽ KPS മനോഹർ ഹോളി വെച്ച് ഇതുപോലൊരു യോഗത്തിൽ അവളെ ചെന്ന് പൊക്കി. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല അവക്ക്. അവൾ ഉപ്പിന്റെ പാക്കറ്റ് എടുത്ത് ഉപ്പ് നക്കിക്കൊണ്ടിരിക്കും. കുറെ ഉപ്പ് ചെല്ലുമ്പം അവക്ക് ഉറങ്ങാൻ പറ്റും. ലോർഡ്, എന്നാ ഇന്ന് നീ അവളോട് ചോദിക്കണം, ആ യോഗം കഴിഞ്ഞ് ഇന്ന് വരെ അവക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യേകത ഭയങ്കര. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീട് ദൈവ നിയന്ത്രണത്തിൽ വരാൻ പോവാ. ജോൺസൺ ഭാഷ എഴുന്നേറ്റ് നടുക്കൂടൊന്ന് പോണം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനിങ്ങനെ എപ്പോഴും അവിടെ പോയാൽ ശരിയാകത്തില്ല. പക്ഷെ ധൈര്യമായിട്ട് പുറകോട്ട് പൊക്കോ. ഞാൻ പറയുന്നിടം വരെ പൊക്കോ, സ്പീഡിൽ പൊക്കോ. ഭാഷ വലത് കൈ ഇരിക്കുന്ന ഭാഗത്തോട് പൊക്കോ. ജീസസ്. എന്നിട്ട് അങ്ങ് പുറയില് കണ്ണാടി വെച്ചൊരു സിസ്റ്റർ, പുറയില് കണ്ണാടി വെച്ചൊരു സിസ്റ്റർ, ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സിസ്റ്റർ തലയിലോട്ട് കൈവച്ചാര്. ഇപ്പറ തൊട്ട് പറയും, കഴിഞ്ഞുപോയി ഇവിടെ ബാക്ക്. ആ സിസ്റ്റർ തലയിലോട്ട് ഒന്ന് കൈവച്ചാര്. ഒന്ന് എഴുന്നേറ്റ് നിന്നോളാൻ പറ. ലോർഡ്, ഇനി എന്നെ നോക്കിയ പാസ്റ്റർ എന്നെ നോക്ക. കൈയൊക്കെ എടുത്തിട്ട് എന്നെ നോക്ക. അവിടെ സ്ഥിതിക്ക് വലിയ മാറ്റം വരാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ മേലൊരു മരണനിഴല് കിടപ്പുണ്ട്. ഇന്ന് ആ നിഴലിനെ ദൈവം ശാസിക്കാൻ പോവാ. എന്നിട്ട് നിന്റെ വിലാപത്തെ നൃത്തമാക്കി, നിനക്ക് മാത്രമല്ല നിന്റെ വീടിനകത്തു വരെ യേശുവിന്റെ നാമത്തില് ഒരു വിടുതലിന്റെ ധ്വനി മുഴങ്ങണ ഇവിടെ. ഒരു വിടുതലിന്റെ ധ്വനി മുഴങ്ങണ ഇവിടെ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്നൊരു മേഘം നിന്റെ മേൽ വരികയാ. ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ വരാൻ പോവുക. പണ്ടൊക്കെ ഞാൻ പ്രസംഗിച്ചു, എന്റെ നിഴലിൽ പാർക്കുന്നവർക്ക് വീണ്ടും ധാന്യം വിളയും. എന്തോ വലിയ മോനെ, അപ്പുറത്തിരിക്കുന്ന മോനെ വിളിച്ചേ. ജീസസ്. എന്നോട് ദൈവം എഴുതി കാണിക്കാൻ, പുതിയ തുടക്കങ്ങൾ ആരംഭിക്കാൻ പോവുക. പ്രവചിക്കാൻ പറയുന്നത് പുതിയ തുടക്കങ്ങൾ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, നിന്റെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഇതുവരെ നടക്കാത്ത ചില അസാധാരണ, നന്ദി കർത്താവേ, ദൈവ സാന്നിധ്യം ചിലരെ തൊടട്ടെ. ദൈവശക്തി ചില കുടുംബങ്ങളുടെ ഗതികേട് ഇന്ന് മാറിയേ പറ്റൂ. ഇതിനകത്തൂടെ ദൈവാത്മാവ് ഇറങ്ങി നടക്കുക. ചിലരുടെ ശരീരത്തിൽ മന്ത്രവാദങ്ങൾ ചെയ്ത് പിശാചിനെ കയറ്റിയിട്ടുണ്ട്. ഇന്ന് അതല്ല ഇളകാൻ പോവാ. ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ നിഴല് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ ഒരിക്കലും ഗതി പിടിക്കാത്ത മന്ത്രവാദങ്ങൾ ചെയ്തവന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു ചെല്ലും. ദൈവശക്തി, 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 Holy Spirit, ദൈവശക്തി. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും
ദുരാത്മാവ് വിട്ടുപോകട്ടെ. ആ മന്ത്രവാദ ശക്തി അലറി മാറട്ടെ. നിന്റെ വീടിനെ ബന്ധിച്ച, മിനിസ്ട്രിയെ ബന്ധിച്ച, ശുശ്രൂഷയെ ബന്ധിച്ച, അഭിഷേകത്തെ ബന്ധിച്ച ദൈവകൃപ, കൃപ, കൃപ, വലിയ ശുശ്രൂഷ വെളിപ്പെടാൻ പോവാ. പ്രസംഗം നിർത്തുക. നിങ്ങൾ 2-3 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ലോർഡ്, ലോർഡ്, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയാലും ഞാൻ ഈ കണ്ട വെളിപ്പാട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വരും. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ വലച്ച വ്യാപാരങ്ങൾ എവിടുന്ന് വന്നോ അവിടേക്കത് തിരിച്ചു ചെല്ലും. വലിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവുക. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. ഒരു വഴിയായി വന്ന ശത്രു 7 വഴി. കൃപ, കൃപ, നിന്നെ ജോലി ചെയ്യിപ്പിക്കാത്ത, ബിസിനസ് ചെയ്യിപ്പിക്കാത്ത, ശുശ്രൂഷ ചെയ്യിപ്പിക്കാത്ത, നന്മ അനുഭവിക്കാത്ത, അനുഗ്രഹം അനുഭവിക്കാത്ത, സന്തതിയുടെ നന്മ കാണിക്കാത്ത ആ വെല്ലുവിളി ഇന്ന് ക്യാൻസൽ.